പ്രോട്ടീൻ താരത്തെ അറിയാത്തവരായി ആരുണ്ട്? ആരുണ്ടാവില്ല. എന്നാൽ ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവർ ആരുണ്ട്? അത് ഇത്തിരി കുറവാണ്. ആ ഇഷ്ടക്കേട് മാറാൻ ഇന്നത്തെ ഈ റെസിപ്പി ഒന്ന് നോക്കിയാലോ? എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അങ്ങ് സോട്ട് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഉള്ളി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തോളൂ. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഈ പൊടികൾ ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതൊന്ന് റെഡിയായി വരുമ്പോഴേക്കും കുറച്ച് ചിക്കൻ മസാല, ആ മിക്സൊക്കെ നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിളക്കുമ്പോൾ സോയ ആഡ് ചെയ്യാം. സോയ പിന്നെ അറിയാലോ, കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് വെച്ച് ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഈ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ. അതിനുശേഷം കുറച്ചുകൂടി ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ ഞാൻ കുറച്ചധികം വെള്ളം എടുക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് തക്കാളി. ഇവിടെ ഒരു 1/4 തക്കാളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചധികം തക്കാളി എടുത്താലും നന്നാവും. അതൊന്ന് തിളച്ച് വരുമ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ ആഡ് ചെയ്യുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ്. ഒറ്റൊരു ക്യൂബാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉപ്പ് വളരെ കുറച്ച് മതിയെന്ന്. അതൊന്ന് അലിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് തീയൊക്കെ ഒന്ന് കൂട്ടി വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇനി കൈ മാറ്റാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. കണ്ടോ, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ മാറ്റാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു പരുവാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാണ് എനിക്കെന്നും തോന്നിയിട്ടുള്ളത്. അപ്പോൾ യെസ്, നമ്മുടെ സോയ റോസ്റ്റ് റെഡിയാണ്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നിറമൊക്കെ മാറി നല്ല അടിപൊളി സ്റ്റൈലും കുട്ടപ്പനായി ഇരിപ്പുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. Until then, bye-bye.